ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അഭിയെ വിളിച്ചോണ്ട് നവ്യ നേരെ മുത്തശ്ശിയുടെ അടിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ അവരെ രണ്ടുപേരും കണ്ടു കഴിഞ്ഞപ്പോ മുത്തശ്ശി ചോദിച്ചു, എന്താ നവ്യമോടെ രണ്ടുപേരും കൂടെ ഒരുമിച്ചെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ നവ്യ പറഞ്ഞു, അതെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ടെന്ന് പറയണ്ട രണ്ടുപേരുമായിട്ട്. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, എന്താ പറയാനുള്ളേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നവ്യ പറഞ്ഞു, അല്ല കുറെ കാലമായാലോ അഭിക്ക് കമ്പനിയുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം പോലും ഏൽപ്പിച്ചില്ലോ എന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, അതിന് സമയമായിട്ടില്ല എന്ന് പറയണം. എന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞേ? ഈ പറഞ്ഞ അനിയെ പോലെ ഒരു കമ്പനിയുടെ ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്താ അഭിക്കൊന്നും കൊടുക്കാത്തതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഞാൻ മുത്തശ്ശൻ പറഞ്ഞു, ഇപ്പൊ നിനക്കറിയാലോ എല്ലാ ബ്രാഞ്ചിലും ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ അവിടെ എല്ലാം ഓരോ മാനേജർമാരെ നിയമിച്ചിട്ടുണ്ട്, അവരെല്ലാം നല്ല കഴിവുള്ളവരാണ്. അവരെയൊക്കെ മാറ്റിയിട്ട് അവിടെ പുതിയ ഒരാളെ ഇപ്പൊ നിയമിക്കാൻ പറ്റില്ല. പിന്നെ അനിയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അനി വിശ്വസ്തനാന്ന് പറയണം. ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു, അതെന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞേ? ഞാൻ എന്താ വിശ്വസ്തനല്ലേന്ന് ചോദിക്കുകയാണ്. എന്താണെങ്കിലും ആദർശേന്റെ അത്ര വലിയ തെറ്റും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലോ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തണേന്ന് ചോദിക്കണം. നബി പറഞ്ഞു, അതെ മുത്തശ്ശ, അഭിനെ ഇങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. കണ്ട ആദർശേട്ടൻ പോലും വലിയ തെറ്റ് ചെയ്തിട്ട് മുത്തശ്ശൻ ആ സ്ഥാനത്തൊന്നും മാറ്റിയിട്ടില്ല, പിന്നെ എന്തിനാ എന്നെ ഭർത്താവിനെ ഇങ്ങനെ മാറ്റി നിർത്തണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോ മുത്തശ്ശൻ പറഞ്ഞു, ആര് പറഞ്ഞു മാറ്റി നിർത്തിയെന്ന്? അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പം ഇവന് മാറുമെന്നൊക്കെ എൻ്റെ മനസ്സിൽ വിചാരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇവന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പഴയ അഭി അല്ല ഇത്. പഴയ അഭിയാണ് ഞാൻ ഇങ്ങനെയൊന്നും വന്ന് പറയില്ലായിരുന്നു. പക്ഷേ എങ്കിൽ അത് ഉൾക്കൊള്ളാനായിട്ട് ഇവിടെ ആരും തയ്യാറായിട്ടില്ല. എന്തിനേറെ പറയുന്നു മുത്തശ്ശൻ പോലും. അതുകൊണ്ടല്ലേ അഭിക്ക് ഒരു സ്ഥാനമാനങ്ങളൊന്നും കൊടുക്കാതെ അഭിയെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇപ്പോഴും ആ കമ്പനിയിലെ വെറും സ്റ്റാഫ് മാത്രമാക്കി വെച്ചിരിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, നോക്കട്ടെ, അതിനൊക്കെ സമയമായില്ല. സമയമായി കഴിയുമ്പോൾ എന്താന്ന് വെച്ചാൽ അതിന് വേണ്ടതുപോലെ ചെയ്തോളാം. ഇപ്പൊ തൽക്കാലത്തേക്ക് എന്തായാലും ഒരു ബ്രാഞ്ചിനെ മേൽനോട്ട് ആരെയും ഏൽപ്പിക്കാണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം നവ്യക്കും അഭിക്കും ദേഷ്യമായി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, മുത്തശ്ശൻ അങ്ങനെ തീരുമാനം എടുത്തല്ലോ. അത് മാത്രമല്ല മുത്തശ്ശൻ ഒരു കാര്യം പറഞ്ഞു, ആദർശാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഞാനെന്ത് പറഞ്ഞാലും ആദർശനോട് ചോദിച്ചിട്ട് ഞാനെന്തും ചെയ്യാറുള്ളെന്ന്. അത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, അത്രയൊക്കെ തെറ്റ് ചെയ്ത ആദർശനെ വീണ്ടും എന്തിനാ മുത്തശ്ശൻ വിശ്വസിക്കുന്നത്? ആദർശേട്ടനെ വിശ്വസിച്ച് എന്തിനാ അഭിയെ കമ്പനി ഏൽപ്പിക്കുന്നത്? അതിന്റെ കാര്യമുണ്ടോ? അഭിയേക്കാളും വലിയ കള്ളനല്ലേ ആദർശേട്ടൻ. ഞാൻ കരുതിയത് അഭിയായിരിക്കും ഏറ്റവും വലിയ തരികിടത്. പക്ഷെ അതല്ലെന്ന് മനസ്സിലായി. അഭിക്കിപ്പം നല്ല മാറ്റമുണ്ട്. പക്ഷെ ആദർശേട്ടൻ അങ്ങനെയല്ലോ, വലിയൊരു തെറ്റല്ലേ ആദർശേട്ടൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയണം. പിന്നീട് അവരങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, കണ്ടില്ലേ ഇത്ര പെട്ടെന്ന് തന്നെ നവ്യെ മാറ്റിയെടുക്കാനായിട്ട് അഭിക്കും ജലജയ്ക്കും പറ്റിയില്ലെന്ന് ചോദിക്കാം. മുത്തശ്ശി പറഞ്ഞു, അതെ അതന്നെ എന്റെ സത്യാവസ്ഥ. അഭി ശരിക്കും ഇവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. പോട്ടെ, അവൻ എത്രത്തോളം വരെ ഓടും നമുക്ക് നോക്കാം എന്നൊക്കെ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയണം. പിന്നീട് നവ്യയും അഭിയും കൂടെ അങ്ങോട്ട് കയറി പോണ സമയത്ത് ജലജ അങ്ങോട്ടേക്ക് വരുന്നേ. ജലജ വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ല ഇവന് വലിയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് വല്ലതും കിട്ടിയോന്ന് ചോദിക്കുക. ജലജ അവിടെ നിന്ന് മറിഞ്ഞു നിന്ന് അവരുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ വലിഞ്ഞു കയറി വന്ന കൊച്ചായിരിക്കും ഇവിടെ അധികാരം സ്ഥാപിക്കാനായിട്ട് പോകുന്നേ. അല്ലെങ്കിലും ഇപ്പൊ നവിയെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്റെ കുഞ്ഞിനെ ആരെങ്കിലും കൊഞ്ചിക്കുവോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എല്ലാവർക്കും ആ ചന്തുമോളെ മതിയല്ലോ, അതിന്റെ പുറകെയല്ലേന്ന് ചോദിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ചന്തുമോള് വലിഞ്ഞു കയറി വന്നാണെങ്കിലും അതിനോട് എല്ലാവരും സ്നേഹം കാണിക്കുന്നത് എന്താണെന്നറിയാവോ? അത് ആദർശിന്റെ കുഞ്ഞായതുകൊണ്ടാന്ന് പറയണം. അത് കിട്ടുന്ന നവ്യ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേറെ എന്തും ഞാൻ സഹിക്കും, എന്റെ കുഞ്ഞിനെ ഒരു രണ്ടാം തരക്കാരനായിട്ട് കാണാനായിട്ട് ഞാൻ സഹിക്കില്ല എന്ന് പറയണം, ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് കേട്ട് ഇപ്പൊ ജലജ പറഞ്ഞു, അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ? ആ ചന്തു എന്ന് പറയുന്ന പെണ്ണിനെ ഇവിടെ നിന്ന് ഓടിക്കണം. അങ്ങനെ അവള് പോയാൽ മാത്രമേ ഇതേ നിന്റെ കുഞ്ഞിന് ഇവിടെ നല്ലൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ എന്നും അവൻ രണ്ടാം തരക്കാരനായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, അതെ അതിരുന്നും അങ്ങനെയാണല്ലോ അമ്മയെന്ന് പറയണം. കാരണം നബിയുടെ മനസ്സിളക്കാണ്ട് ഇച്ചിരി സെന്റിമെന്റ്സ് ഒക്കെ ഒന്ന് വർക്കാക്കാന്ന് വിചാരിച്ചു. പിന്നീട് അഭി പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ കുഞ്ഞുനാളിലെ മുതൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ അമ്മേ. ആദർശനോടും അനിയോടും ഭയങ്കര സ്നേഹമായിരുന്നു, മുത്തശ്ശനും മുത്തശ്ശിക്കും ഈ കുടുംബത്തിലെല്ലാവരോടും. അല്ല എന്നെ ആരും അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ വഴി പിടിച്ച് പോയെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജലജ പറഞ്ഞു, അത് ശരിയാ, എൻ്റെ ആരുമില്ല ഈ കുടുംബത്തിലുള്ള അച്ഛനും അമ്മയൊന്നും എൻ്റെ അല്ല, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെങ്കിൽ എൻ്റെ മോനോട് അവർ ഈ അവഗണനയെ കാണിക്കുന്നത്. ചെറുപ്പത്തിലെ മുതൽ ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ ഈ അവഗണന സഹിച്ച ഞാൻ വളർന്നു വന്നിരിക്കുന്നത്. എൻ്റെ മോനും അത് തന്നെയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ടെന്ന് പറയണം. ഇത് കേട്ടിപ്പോൾ നബി പറഞ്ഞു, അതെ അബി നീ വിഷമിക്കില്ല, നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നീ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഇതെന്താണ് നമ്മൾ വെറുതെ വിടാൻ പോകുന്നില്ല, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബിയെ എങ്ങനെ ആശ്വസിപ്പിക്കണം. അബിക്ക് ഭയങ്കര സന്തോഷമായി, താൻ പറയുന്നല്ലേ ഇവള് വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ദേവേനെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേവേനെ വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അതെ
ഒരു കാര്യം പറയാൻ വേണ്ടിയാ നിന്നെ ഇങ്ങനെ വിളിപ്പിച്ചേ. നീ ആദർശനോട് എന്തിനാ ദേഷ്യം കാണിക്കുന്നത്? അവൻ എന്തിനാ അകറ്റി നിർത്തണേന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, അത് പിന്നെ അച്ഛൻ അറിയാലോ. അവനോട് സത്യം പറയാൻ പറഞ്ഞിട്ട് അവൻ ഇതിലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു, അല്ല കുഞ്ഞുനാളിലെ മുതൽ അവനെ നീയല്ലേ വളർത്തിക്കൊണ്ട് വന്നേ, അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. എനിക്കങ്ങനെ ഉറപ്പില്ലായിരുന്നു അച്ഛാ, പക്ഷേ എങ്കിൽ അവനൊന്നും പറയണില്ല. അവൻ്റെ കുഞ്ഞല്ലെന്ന് അവൻ എന്നോട് ഉറപ്പിച്ച് മുഖത്ത് നോക്കി പറയുവാണെങ്കിൽ, അവൻ തെളിവ് ഹാജരാക്കുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലേന്ന് ചോദിക്കും. കുഞ്ഞുനാളിലെ അവന് പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നോട് വന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, അവനതൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും പറയരുത്. നീ അവളുടെ കാര്യമൊന്നും ഓർത്ത് വയ്ക്കേ, നയനയുടെ കാര്യമൊന്നും ഓർത്ത് വയ്ക്കേ. നീ പെറ്റമ്മേണ എന്നിട്ട് പോലും അവനെ നീ വിശ്വസിക്കുന്നില്ല, പക്ഷെ അവള് വിശ്വസിക്കുന്നുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, അതാ അച്ഛാ എനിക്ക് ഏറ്റവും വലിയ വിഷമം. അത്ര സ്നേഹത്തോടെ അവനെ നോക്കുന്നേ, അത്ര സ്നേഹമുള്ള അവളെ വഞ്ചിക്കാനായിട്ട് അവൻ എങ്ങനെ സാധിക്കുന്നു, അതോർത്തിട്ട് എനിക്ക് വിഷമം. എനിക്ക് ആദർശനെ കുറിച്ച് ഓർത്തിട്ടല്ല, നയനമോളെ കുറിച്ച് ഓർത്തിട്ട് ആ വിഷമം എന്ന് പറയണം. അത് കേട്ട് ഞാൻ മുത്തശ്ശൻ പറഞ്ഞു, ദേവേനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നീ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് വെറുതെ വിഷമം ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ ആദർശനെ കുറ്റപ്പെടുത്താനും പോണ്ട. ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ പുറത്ത് വന്ന് കഴിയുമ്പോൾ നിനക്ക് നിന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുന്നു പറയണം. അതുകൊണ്ട് നീ ആദർശിനെ ചന്തുമോളെ അവരെയൊക്കെ സ്നേഹിക്കാൻ നോക്കുക, അല്ലെങ്കിൽ നാളെ നീ അറിഞ്ഞു കഴിയുമ്പോൾ നിനക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും എന്നൊക്കെ പറയണം. അങ്ങനെ ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് നന്ദുവിൻ്റെ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ട് അനി ഇങ്ങനെ ഇരിക്കുകയാണ്. അവളെ കണ്ടു കഴിയുമ്പോഴത്തേനും ഒന്ന് വിളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം എന്ന് ഓർത്തിരിക്കുമ്പോഴത്തേനുമാണ് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനിന്നൊരു വിളി വിളിച്ചപ്പോഴത്തേനും അനി പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഒളിപ്പിക്കുകയാണ്. പെട്ടെന്ന് ദേവേനി വന്നിട്ട് ചോദിച്ചു, എന്താടാ ഇവിടെ എന്തോ ഒരു കള്ളത്തരം ആളില്ലെന്ന് പറയുവാണ്. കള്ളത്തരോ ഒന്നുമില്ല വല്യമ്മയെന്ന് പറയണേ, വെറുതെ പറയണ്ട, സത്യം പറ, നീ അവളുടെ ഫോട്ടോസ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നേന്ന് ചോദിക്കുകയാണ് ആ നന്ദു എന്ന് പറയുന്നവളെ. അല്ല വല്യമ്മയെന്ന് പറയാ, വേണ്ട എൻ്റെ അടുത്ത് കള്ളത്തരം പറയണ്ട, എനിക്ക് മനസ്സിലായി. എടാ നീ എത്ര ഇനി ഫോട്ടോസ് നോക്കിയെന്ന് പറഞ്ഞാലും ആ ബന്ധം നടക്കാനായിട്ട് പോകുന്നില്ല, അത് വെറുതെ നീ നോക്കിക്കൊണ്ടിരിക്കേണ്ടെന്ന് പറയണം. അത് കേട്ടിഞ്ഞപ്പം അനി പറഞ്ഞു, ഇത് വല്യമ്മേ അങ്ങനൊന്നും ഇല്ലാന്ന് പറയണം. ഈ സമയം ദേവേനി പറഞ്ഞു, അല്ലെങ്കിലും നീ നിന്റെ ചേട്ടനെ കണ്ടല്ലേ വളരുന്നേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ നിന്റെ ചേട്ടൻ്റെ അവസ്ഥ നിനക്കറിയാലോ. അല്ല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, സത്യത്തിൽ ഈ ചന്തുമോളുടെ അച്ഛൻ ആരാന്ന് ചോദിക്കണം. ഇത് കേട്ടിഞ്ഞപ്പോൾ അനി പറഞ്ഞു, അത് പിന്നെ വല്യമ്മയ്ക്ക് അറിയത്തില്ലെന്ന് ചോദിക്കണം. എന്ത്? അല്ല ചന്തുമോളുടെ അച്ഛനെ കുറിച്ച് എൻ്റെ ഇതിൽ ആദർശാന്നാണ് അറിയപ്പെടുന്നതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കത്തില്ല, ആദർശാണ് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ കഴിയില്ല, എന്നെ അറിയാവുന്ന ആദർശാണ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു, എങ്കിൽ നീ പറ, ആ ചന്തുമോളുടെ അച്ഛനാരെ നീ പറ എന്ന് പറയണം. അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നിൽക്കും. എന്ത്? അല്ല ചന്തുമോളുടെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു, എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, ചന്തുമോളുടെ അച്ഛൻ ആരാ നീ കണ്ടെത്തണമെന്ന് പറയണം. കണ്ടെത്താനോ? അതെ, ചന്തുമോളുടെ അച്ഛനാരും നീ അറിയണം, അല്ലാതെ പറ്റത്തില്ല. കാരണം നിന്റെ ഏറ്റവും വലിയ ആളാണല്ലോ നിന്റെ ഏട്ടൻ, എന്തുണ്ടെങ്കിലും നീ ഏട്ടനുമായിട്ടാണല്ലോ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് നീ അവനോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, എന്നിട്ട് എന്നോട് ഒന്ന് പറയണമെന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ദേവേനെ നോക്കിയിട്ട് അനി പറഞ്ഞു, എന്നാ പിന്നെ വെല്ലുമ്മയ്ക്ക് ചോദിച്ചാൽ പോരെന്ന് ചോദിക്കാം. ഞാൻ ചോദിച്ചാൽ അവന് സത്യം പറയുമോ, അതുകൊണ്ടല്ലേ നിന്നോടും അത് പറഞ്ഞേ, നീ അവൻ്റെ കൂട്ടുകാരനും സഹോദരനും ഒക്കെ ആണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് ദേവേനെ ഇങ്ങോട്ടേക്ക് പോവാണ്. എനിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി എനിക്ക്. പിന്നീട് ആദർശൻ അതിനെ ചന്തുമോളയും കൊണ്ട് വീട്ടിൽ പോയിട്ട് തിരികെ വരുവാണ്, അനഘയെ കൊണ്ട് കാണിച്ചിട്ട്. ആ സമയത്താണ് കനക വഴി ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു പൂക്കടക്കരി പൂവൊക്കെ മേടിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും നയനയും കൂടെ വരുന്നത്. നയന പെട്ടെന്ന് ആദർശനോട് പറഞ്ഞു, ആദർശേട്ടാ വണ്ടി നിർത്ത്, ഇത് അമ്മ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ കനകയുടെ അടുത്തേക്ക് എല്ലുവാണ്. കനയ്ക്ക് നയനയെ കണ്ട് ഭയങ്കര സന്തോഷം. അല്ല മോളിത് എവിടെ പോയതായാലും ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾ ചന്തുമോളുടെ അമ്മയുടെ അടുത്ത് പോയതാ, മോളെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോയതെന്ന് പറയാം. അത് കേട്ടുകഴിഞ്ഞപ്പം കനകയുടെ മുഖം അങ്ങോട്ട് മാറി. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് വന്നു. ഈ സമയം ആദർശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു, നീ എന്ത് ഭാവിച്ച നയനമോളെ, നീ എന്തിനാ അവരുടെ വീട്ടിലേക്കൊക്കെ നീ പോയെന്ന് ചോദിക്കണം. അത് പിന്നെ അമ്മ ചന്തുമോളുടെ അമ്മയല്ലേ, അപ്പോൾ പോകണ്ടേന്ന് ചോദിക്കുക. ഓഹോ, അപ്പം നീ മാത്രമല്ലല്ലോ പോയത്, നീ ആദർശനെ കൊണ്ടുപോയില്ലേന്ന് ചോദിക്കണം. ഒരേ സമയം രണ്ട് ഭാര്യമാര്, ഇതെന്തൊക്കെയാന്ന് ചോദിക്കുകയാണ്. ഈ സമയം ആദർശ് പറഞ്ഞു, അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാം. തെറ്റ് ചെയ്യാഞ്ഞിട്ടാണോ ഇങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ആദർശായി നീ എന്തിനാ ചന്തുമോളെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ്. ആദർശം ഉത്തരം മുട്ടി. ആ സമയം നയന പറഞ്ഞു, അമ്മേ ഇവിടെ വെച്ച് ഇങ്ങനെ സംസാരിക്കരുത്, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും, നാണക്കേടാന്ന് പറയണം. കനക പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. ആ സമയം ആദർശം പറഞ്ഞു, ഇല്ലമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുക. എനിക്ക് നിന്നെ വിശ്വാസമായിരുന്നു, ആരെക്കാളും കൂടുതലായിട്ട്, എൻ്റെ മോളെക്കാളും കൂടുതലായിട്ട് ഞാൻ നിന്നെ വിശ്വസിച്ചു.
പക്ഷേങ്കിൽ നീ എത്ര വലിയ ചതിയാ എന്നോട് ചെയ്തേ, എൻ്റെ കുടുംബത്തോട് ചെയ്തേ. ഗോവിന്ദൻ ഇപ്പോഴും സങ്കടം മാറിയിട്ടില്ല, അറിയാവോ? നിങ്ങൾക്കിത് പറയാം, ഈസി ആയിട്ട് പറയാം, പക്ഷെ ഞങ്ങളുടെ വേദന ഞങ്ങൾക്ക് അറിയത്തുള്ളൂ എന്ന് പറയാണ്. ഞാൻ പറഞ്ഞു, അമ്മ ഇനി കൂടുതലൊന്നും പറയണ്ട, ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. പോയിട്ട് കാറിൻ്റെ അടുത്ത് നിന്നിട്ട് നോക്കമ്മേന്ന് പറഞ്ഞാൽ കാറിന് ഡോറ് തുറന്ന് കാണിക്കണം. നോക്കിയേ, ചെന്നമോൾ ഇരിക്കുന്നുണ്ടോ? ഈ കുഞ്ഞിൻ്റെ മനസ്സിന് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അമ്മയ്ക്ക് എങ്ങനെ ഇനി ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുന്നു? അമ്മ പറഞ്ഞല്ലോ ആദർശേൻ്റെ കുഞ്ഞ്, അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. പക്ഷേങ്കിൽ ഇത് കണ്ടോ, ഞാൻ ആദർശേൻ്റെ കുഞ്ഞായിട്ടല്ല ഇവിടെ കാണുന്നത്. അമ്മയ്ക്കറിയാലോ, എൻ്റെ സ്വന്തം മോളായിട്ട് തന്നെ കാണുന്നത്. അതിപ്പോൾ എത്രയാന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ തന്നെ കാണാൻ പോകുന്നുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പം കന ചോദിച്ചു, എന്തൊക്കെയാ മോളെ നീ പറയണേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നിനക്കിത് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കണം. അമ്മ വിഷമിക്കില്ല, ഞാൻ പറഞ്ഞതാ, അമ്മ സങ്കടപ്പെടാതിരിക്കുക. എൻ്റെ ആദർശാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പറയണം. അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു, നിനക്കല്ലേലും അങ്ങനെയാണല്ലോ, നിനക്ക് അങ്ങനെ കണ്ണുടച്ച് നീ വിശ്വസിക്കും. ആ കുടുംബത്തിലെ താളം തെറ്റായിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, അല്ലമ്മേ അങ്ങനെയൊന്നുമല്ല, അത് ഓർത്ത് അമ്മ വിഷമിക്കൊന്നും വേണ്ട, ആദർശാണ്ട് ഒരു തെറ്റും ചെയ്യാത്തോണ്ടാ അങ്ങനെയൊക്കെ എന്നൊക്കെ പറയണം. പിന്നീട് കനക ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ദേഷ്യപ്പെട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആദർശന് വിഷമായി. ആ സമയത്ത് ആദർശിൻ്റെ അടുത്ത് നിന്നിട്ട് നയന പറഞ്ഞു, ഞാൻ കാരണം ആദർശാണ്ട് വിഷമായില്ല എന്ന് ചോദിക്കുകയാണ്. ഇതായിട്ടിപ്പോൾ ആദർശ് പറഞ്ഞു, അമ്മയും പറഞ്ഞിട്ട് കാര്യമില്ല, അല്ല അമ്മയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ പറയത്തുള്ളൂ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്നെ അത്രയ്ക്ക് വിശ്വാസമല്ലായിരുന്നോ? അപ്പോഴല്ലേ ഇങ്ങനെയുള്ള കാര്യമൊക്കെ സംഭവിച്ചേ. സാരമില്ല, ഇതൊക്കെ എൻ്റെ വിധിയ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് ആ പട വിഷമായി. നയന വിഷമിച്ച് നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.